ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു മാക്രോണി പാസ്ത ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടത് ഈ ഒരു പാസ്തയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇനി ഈ പാസ്ത ചൂടാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് എണ്ണ അതും കൂടെ നമ്മളതിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാസ്ത ഇതിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് പാസ്തയാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ അളവനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വേവണം. മീൻ വൈൽ നമുക്ക് കുറച്ച് വെളുത്തുള്ളി എടുത്ത് റെഡിയാക്കാം. പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് തിളപ്പിക്കുകയാണെങ്കിൽ തിളച്ച് തൂകിപ്പോവും. അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണിത്. സ്പൂണ് നമ്മൾ ഇങ്ങനെ വേർട്ടിക്കലായിട്ട് വെക്കുക. വേർട്ടിക്കലാണോ ഹൊറിസോണ്ടൽ എങ്ങനെയാണെന്ന് വെച്ചാലും നമ്മൾ വെക്കുക. അപ്പോൾ എന്താ നോക്കൂ, ഒരു തുള്ളി പോലും തിളച്ച് പുറത്തേക്ക് പോകുന്നില്ല. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഇനി നമുക്ക് ചെറുതായിട്ട് ഉള്ളി അരിഞ്ഞിട്ടുണ്ട്, വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ബീൻസ്, പിന്നെ ജിഞ്ചർ, അതേമാതിരി ക്യാരറ്റ്. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസൊക്കെയാണ് ഞാനിതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മുടെ പാസ്ത സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ അത് നമ്മൾ ആദ്യം ഞങ്ങളൊരു പച്ചവെള്ളത്തിനകത്ത് കഴുകി പിന്നെയാണ് നമ്മളിത് ഇങ്ങനെ ഊറ്റിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റാർച്ചും അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് പൊക്കോളും. അങ്ങനെ ഇതുപോലെ ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് ഊറ്റിയെടുക്കുന്നത്. ഇനി നമുക്കൊരു പാനിലേക്ക് എണ്ണ ഒഴിക്കാം. അപ്പോൾ ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്യാം, കുക്കിംഗ് ഓയിൽ. ആൻഡ് അത് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മൾ പാസ്തയ്ക്കകത്തും ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഉപ്പിന് ആവശ്യത്തിന് നമ്മൾ ഇതിനകത്തും കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഗാർലിക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ജിഞ്ചറും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. ഇത് വളരെ പ്രാധാന്യമാണ്. ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക, നല്ല മൂത്ത ഒരു ലൈറ്റ് ബ്രൗൺ അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. സോ നന്നായിട്ട് മൂപ്പിക്കണം കേട്ടോ. അതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. ഇപ്പം എൻ്റെ അടുത്ത് ചില്ലി ഫ്ലേക്സ് ആ ഒരു രീതിയിൽ, അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, പച്ചമുളകെല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതിനകത്ത് പച്ചമുളകല്ല നമ്മൾ ആഡ് ചെയ്യുന്നത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പച്ചമുളകല്ല, നമ്മൾ ഈ ചില്ലി ഫ്ലേക്സ് ഇതാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇത് ഓൾമോസ്റ്റ് ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ അടുത്ത വെജിറ്റബിൾസ് ഒക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് ഉള്ളി ഇതുപോലെ നന്നായിട്ട് വഴണം. പിന്നെ നമ്മൾ അതിലേക്ക് ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ദെൻ വിൽ ബി ആഡിങ് ക്യാരറ്റ്. അപ്പോൾ ഓൾമോസ്റ്റ് പിന്നെ ഞങ്ങൾ ഒരു എന്താ പറയുക, സ്വീറ്റ് കോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ ഇതൊന്ന് വഴറ്റണം. ഇതിൻ്റെ പച്ച ഇതെല്ലാം മാറുന്ന വരെ നന്നായിട്ട് സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് എണ്ണ പോരാങ്കിൽ നിങ്ങൾക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ വെജിറ്റബിൾസും ഓൾമോസ്റ്റ് ഒന്ന് കുക്കായെന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചീസ് നിങ്ങളെങ്ങനെ മറ്റേ സ്ലൈസിൻ്റെത് കിട്ടാറുണ്ട്, അല്ലാതെ വേറെ രീതിയിലുള്ള ഇതുണ്ടല്ലോ, അത് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യാം. പിന്നെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ സോയാ സോസ്. അത് നമ്മളൊരു 2 സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തും നിങ്ങൾ ആലോചിക്കണം ഉപ്പിൻ്റെ ഇതുണ്ട് അംശം. സോ അപ്പം ഉപ്പ് ആവശ്യത്തിന് വേണം, നിങ്ങളുടെ ആവശ്യത്തിന് ആഡ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഈ സോയാ സോസ് നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഫൈനലായിട്ട് നമ്മുടെ മാക്രോണി പാസ്ത വേവിച്ച് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് നമ്മൾ യോജിപ്പിക്കണം കേട്ടോ. മാക്സിമം അതെല്ലാം ബ്ലെൻഡായി കിട്ടുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ എല്ലാം അതിലേക്ക് പിടിക്കണ പോലെ നമ്മൾ കുറേ നേരം അത് സ്റ്റിർ ചെയ്തുകൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അതൊരു മെയിനായിട്ടുള്ള കാര്യമാണ്. സോ അതിങ്ങനെ നന്നായിട്ട് നമ്മൾ മൂല അരവും എല്ലാം ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. സോ ഇതൊന്ന് മിക്സായി വരുമ്പോഴത്തേക്കും നമ്മൾ ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അതായത് കെച്ചപ്പ് ഉണ്ടല്ലോ, ടൊമാറ്റോ കെച്ചപ്പൊക്കെ കിട്ടില്ലേ, ഈ ടൊമാറ്റോ സോസ് അത് നമ്മളൊന്ന് ലാസ്റ്റ് ആഡ് ചെയ്യും. അല്ലെങ്കിൽ ചിലർക്ക് ഇങ്ങനെ അല്ലാണ്ട് കഴിക്കാൻ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ. നമ്മളിപ്പം കുട്ടികൾക്കത് ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് കൊറിയൻഡർ ലീഫും കൂടെ അതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇട്ട് ചൂടോടെ കഴിക്കണം. ഇറ്റ് ഈസ് സോ യമ്മി. സോ
അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഡൺ ആൻഡ് സോ നൗ വി ആർ ഗോയിങ് ടു സെർവ് ഹോട്ട്. അപ്പോൾ അതങ്ങനെ നമ്മൾ ആദ്യം ഞാൻ ഡെഫിനറ്റ്ലി കുഞ്ഞൂട്ടനായിരിക്കും അത് ടേസ്റ്റ് ചെയ്യുക ആൻഡ് ദെൻ ഐ വിൽ ബി ഗിവിങ് ഇറ്റ് ടു വൈഫ്. അപ്പോൾ അങ്ങനെ നമുക്ക് അവരുടെ റിയാക്ഷൻ ഒന്ന് കാണണ്ടേ, ഇങ്ങനെയുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ടോ. അധികം സ്പൈസിയും അല്ല, ഒരു മീഡിയം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാവുന്ന രീതിയിലുള്ളതാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാ കുഞ്ഞനാണിത് ട്രൈ ചെയ്യാൻ പോകുന്നത്. സോ he liked it and finally I'm giving it to Vaiga and even she also liked it. അപ്പോൾ വീണ്ടും അടുത്തൊരു